ഈ വടംവലി മത്സരമുണ്ടല്ലോ, ഇപ്പുറത്ത് മോദി ഒറ്റയ്ക്ക് നിന്ന് വലിക്കുന്നു, അപ്പുറത്ത് ഈ കണ്ടപത്രം അത് എല്ലാം കൂടെ നിന്ന് വലിക്കുന്നു. അതിൻ്റെ പെനൾട്ടിമേറ്റ് പോയിൻറ്റിൽ മോദി കയറ് വിട്ടു കൊടുക്കുന്നു, ഇവർ മലനടിച്ച് വീഴുന്നു. ഇതാണ് സീൻ. മലനടിച്ച് വീണതിൻ്റെ ഒരു ജാള്യത ഇവർക്കുണ്ട് താൻ. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അജണ്ടയിൽ ഈ പിള്ളേർ നിന്നില്ല. അഭിജിത് കെ, മറ്റേ റാങ്ക, ഇവരാരും ഇതിന് കൂട്ടുനിന്നില്ല. ഇവരുടെ ആവശ്യം ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്തത് അമിത്ഷാ രാജിവെക്കുക, അല്ലെങ്കിൽ മോദി രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങണം എന്നുള്ളതായിരുന്നു. അവർ ജെൻറ്റിൽമാനെ പോലെ അവർ സമരം അവസാനിപ്പിച്ച് ജന്തർ മന്ദർ വിട്ടുപോയി. പിന്നെ എന്തു ചെയ്യും? ഇവർ വിചാരിച്ചാൽ ആളെ കൂട്ടില്ല. ഇതൊരു ചെറുപ്പക്കാരുടെ ഒരു ആവേശത്തള്ളിച്ചയിൽ ഒരു നിമിഷം വന്ന ആൾക്കൂട്ടമാണ്. ബാക്കി പ്ലാൻ ചെയ്ത് വന്ന ആൾക്കൂട്ടവും. ഈ പ്ലാനിങ്ങുകാർ മാത്രമാണെങ്കിൽ ഇവർ തല്ലുമേടിച്ചേനെ. ബട്ട് അൺപ്ലാൻഡ് ആയിട്ട് വന്ന വിദ്യാർത്ഥികൾ കുറച്ചെങ്കിലും 20% ഇതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ക്രൗഡിൽ വെറും 20% വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ തന്നെ എല്ലാവരും നീറ്റ് എഴുതിയവരൊന്നുമല്ല, പക്ഷേ വിദ്യാർത്ഥികളാണ്. പക്ഷേ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച് മറ്റുള്ളവർക്ക് വന്നുകൂടെ? വരാനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാനായിരിക്കണം. അല്ലാതെ ആർട്ടിക്കിൾ 370 വീണ്ടും കൊണ്ടുവരണം, FCRA ബില്ല് ക്യാൻസൽ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ വന്നല്ലേ. ഒമർ ഖാലിദിനെ തുറന്നു വിടണം. ഈ ആവശ്യങ്ങളുമായിട്ട് ഈ സമരത്തെ കൂട്ടിക്കെട്ടുന്നത് എങ്ങനെ? അപ്പോൾ ആളുകളുടെ നെറ്റി ചൊളിയും. ഇവൻ്റെ ഉദ്ദേശം ഈ ബഹളത്തിനിടയ്ക്ക് എൻ്റെയും കൂടെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ബസ് സ്റ്റാൻഡിലെ ചക്കാത്തിടി ഉണ്ടല്ലോ, പോക്കറ്റടിക്കാരനെ പിടിക്കും, പോലീസ് പിടിക്കുന്നു. പോലീസിൽ ഒരുത്തൻ ഒരു ഇടി വെച്ച് കൊടുക്കുന്നു, കണ്ടു നിൽക്കുന്നവരൊക്കെ ഇടിക്കുന്നു. നമ്മളും എന്താ സംഭവം നോക്കിയിട്ട് ഒരിടി നമ്മളും കൊടുക്കുന്നു. അതിനാണ് ചക്കാത്തിടി എന്ന് പറയുന്നത്. അങ്ങനെ ചക്കാത്തിടിക്കാൻ വന്ന ടീമാണ് ഈ നിരാശരായിപ്പോയത്. മറ്റവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഡിസ്പേഴ്സ് ചെയ്ത് അവരുടെ ആൾക്കാരെയൊക്കെ പിരിഞ്ഞു പോകണമെന്ന് ഈ ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തു, എല്ലാവരും സ്ഥലം വിട്ടു പിരിഞ്ഞു പോക്കുമെന്ന്. അത് വലിയൊരു സെറ്റ് ബാക്ക് ആയിരുന്നു ഈ ടീമിന്. സത്യം പറഞ്ഞാൽ ഈ വടംവലിയിൽ മോദി ജയിച്ചു വിട്ടുകൊടുക്കലിലൂടെ. നമ്മൾ മത്സര വടംവലിയിൽ വലിച്ചിപ്പുറത്ത് എടുക്കുന്നവനാണ് ജയിക്കുന്നത്. പക്ഷേ പൊളിറ്റിക്സിൽ, ഭരണത്തിൽ ഒക്കെ പലപ്പോഴും വിട്ടുകൊടുത്ത് ജയിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മോദിക്ക് ഒരു കലാപം, സമരം ഇത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആളാണോ? അല്ല. ഗുജറാത്ത് കലാപം കൈകാര്യം ചെയ്ത മനുഷ്യനാണ്, അതും ഒറ്റയ്ക്ക്. അത്രയൊന്നും ഇല്ലല്ലോ ഇത്. അന്ന് മോദിക്ക് ഇത്ര എക്സ്പീരിയൻസ് പോലും ഇല്ല. അതിനുശേഷം എത്രയോ കലാപങ്ങൾ, ബഹളങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇതും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. ബട്ട് അത് ഹാൻഡിൽ ചെയ്യണോ അതോ വിട്ടുകൊടുക്കണോ? ഇത് ഭരണപരമായ ഒരു തീരുമാനമാണ്. അപ്പോൾ പല ഇൻപുട്സ് വരും. എന്നെയും രാജ്യത്തിനെയും പോലെ അല്ല. IB ഉണ്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉണ്ട്, ഡൽഹി പോലീസുണ്ട്, ഡൽഹി അഡ്മിനിസ്ട്രേഷനുണ്ട്, ലഫ്റ്റനൻറ്റ് ഗവർണറുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്. എത്ര പേര് എന്തെല്ലാം ഇൻപുട്ട് കൊടുക്കും? ഇതിൽ നിന്ന് ഒരു തീരുമാനം ഫൈനലി എടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എപ്പോഴും ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറയില്ല, ആ അവസ്ഥയാണ്. ഒറ്റയ്ക്കാണ്. ഫൈനലി ടോപ്പിലെത്തിക്കഴിയുമ്പോൾ ഒറ്റയ്ക്കാവും. ക്യാബിനറ്റ് കൂടി ഓരോ മന്ത്രി സന്ധ്യയാകുമ്പോൾ എണീറ്റ് പോകും, രാത്രിയാകുമ്പോൾ എണീറ്റ് പോകും, പോയി അവസാനം 10:30 മണി വരെയൊക്കെ അമിത്ഷാ ഇരിക്കുന്നു. പിന്നെ അമിത്ഷാ പറയുന്നു, ഞാൻ ഇന്ന് ഇറങ്ങട്ടെ ചേട്ടൻ, എന്താണെന്ന് വെച്ചാൽ യുക്തം പോലെ തീരുമാനിച്ചാൽ മതി. ശരി. അമിത്ഷായും പോയി. പിന്നെ പ്രധാനമന്ത്രി ഒറ്റയ്ക്കാണ്. രാത്രി 11 മണി 12 മണി, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാവും, അങ്ങനെ ചെയ്താൽ എങ്ങനെയാവും എന്നൊക്കെ. ഫൈനലി ഹി ടേക്സ് എ ഡിസിഷൻ. അതാണ് ലോൺലി അറ്റ് ദ ടോപ്പ്. എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. യു കനോട്ട് അവോയ്ഡ് ദാറ്റ്. ഈ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും ലോൺലി അറ്റ് ദ ടോപ്പ് ആവും പല ദിവസങ്ങളിലും, പല തീരുമാനങ്ങളിലും. എന്ത് ചെയ്താലും അതിൻ്റെ ഭവിഷ്യത്ത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മോദി ഫൈനലി തീരുമാനിച്ചു, ഈ വടത്തിൻ്റെ ഒരറ്റം ഞാനങ്ങ് വിടുന്നു, നോക്കാം നമുക്ക് എന്താ വരുന്നത്. വിട്ടു. ദാറ്റ് വാസ് സക്സസ്ഫുൾ. സപ്പോസ് ഇവർ പിരിഞ്ഞു പോകാതെ അടുത്ത ഡിമാൻഡുമായിട്ട് അവിടെ തന്നെ കുത്തിയിരിക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ വടം വിട്ടത് തെറ്റായിപ്പോയി നമുക്ക് പറയാം. അങ്ങനെയല്ല, അവർ പിരിഞ്ഞു പോയി. അതിൽ ഇളിഭരായത് നമ്മുടെ കേരള ടീം മാത്രമേ ഉള്ളൂ, വേറെ ആർക്കൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ്, A.A. റഹീം,
അതുപോലെ ഒരുപാട് പേരൊക്കെ പോയിരുന്നു. പൊതുവെ ഇടതുപക്ഷം ആണില്ല. അപ്പം അവർക്ക് വലിയ നിരാശയായി. ഒന്ന് ഇത് തോറ്റു എന്ന് മാത്രമല്ല, ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയില്ല, അവർക്ക് ക്രെഡിറ്റും കിട്ടിയില്ല, അവരെ ആരും മൈൻഡ് ചെയ്തില്ല. ഈ പിള്ളേർ കൺസൾട്ട് ചെയ്യണ്ടേ ബ്രിട്ടാസിനെയൊക്കെ, അവർ ചെയ്തില്ല. അവരാരെയും കൺസൾട്ട് ചെയ്തില്ല, അവർ തമ്മിൽ മാത്രം ആലോചിച്ചിട്ട് അവർ ചെയ്തു.